പടച്ചൻ ഫുൾ ഫാമിലിയായി വന്ന് ഓട്ടോയിൽ കയറി. എന്നിട്ട് ഇഷ്ടം പോലെ ബിരിയാണി തിന്നിട്ട് ചാകട എന്നും പറഞ്ഞ് സ്നേഹത്തോടെ കയ്യിൽ ഈ പണം വെച്ച് തന്നു. കളഞ്ഞു കിട്ടിയ പണത്തിന് ഒരു കള്ളക്കഥ ഉണ്ടാക്കി പറയുന്ന പപ്പു. ആരെയും ചിരിപ്പിക്കുന്ന ശരീരഭാഷയുള്ള രസികൻ ശബ്ദമുള്ള അസാധ്യ കലാകാരൻ കുതിരവട്ടം പപ്പു. ടി.പി. ബാലഗോപാലൻ എം.എയിൽ ബസ് ഡ്രൈവറായ പപ്പുവിന്റെ തള്ളുകൾ കോഴിക്കോട് ഭാഷയിൽ പറഞ്ഞ നല്ല അസ്സൽ വിടലുകളായിരുന്നു. താമരശ്ശേരി ചുരം കഥയൊക്കെ പപ്പു എന്ന നടനോളം പറഞ്ഞു ഫലിപ്പിക്കാൻ കഴിവുള്ള മറ്റൊരു നടൻ വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല. അങ്ങനെ സിനിമയിൽ കണ്ടതെല്ലാം പപ്പുവിന്റെ മാത്രം നമ്പറുകളായിരുന്നു. മറ്റാരെങ്കിലും ശ്രമിച്ചാൽ പാളിപ്പോയേക്കാവുന്ന ഭാവങ്ങളും ശബ്ദങ്ങളും ഡയലോഗ് ഡെലിവറിയും. ടെൻഷനും ചമ്മലും തള്ളലും പേടിയും നാണവും അങ്ങനെ എല്ലാ ഇമോഷൻസിലും പപ്പുവിൻ്റെതായ സ്റ്റൈൽ ഉണ്ടായിരുന്നു. ഭാരതത്തിലെ ഭാ ഏതാണെന്ന് കുട്ടികൾ സംശയം ചോദിച്ചപ്പോൾ ബിരിയാണിയിലെ ബാ എന്ന് പറയുന്ന മിന്നാരത്തിലെ ട്യൂഷൻ മാഷും, ടാസ്ക് വിളിയട എന്ന് പറയുന്ന തേന്മാവിൻ കൊമ്പത്തിലെ അമ്മാവനും, സൈക്കിളിൽ വരുന്ന ദാസപ്പൻ കുട്ടിയോട് എന്താ മോളെ സ്കൂട്ടറിൽ എന്ന് ചോദിക്കുന്ന മണിച്ചിത്രത്താഴിൽ തെക്കിനിയിലെ തമിഴെത്തിയെ കണ്ട് പേടിക്കുന്ന കാട്ടുപറമ്പൻ ചേട്ടനും, അങ്ങനെ കുതിരവട്ടം പപ്പു എന്ന നടന്റെ കയ്യിൽ സേഫ് ആയിരുന്ന പ്രേക്ഷകരെ രസിപ്പിച്ച കഥാപാത്രങ്ങൾ ഒരുപാടാണ്. ചന്ദ്രലേഖയിൽ കൈവിരലിൽ എണ്ണിത്തീർന്നപ്പോൾ കാൽവിരലിൽ കണക്ക് കൂട്ടുന്ന പപ്പുവിനെ ഒരു പാട്ട് സീനിൽ നമുക്ക് കാണാം. ഇത്തരം തമാശ കഥാപാത്രങ്ങൾ മാത്രമല്ല പപ്പുവിന്റെ ലിസ്റ്റിലുള്ളത്, നല്ല ക്യാരക്ടർ റോളുകളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പാവാട വേണം മേലാട വേണം എന്ന പാട്ട് ഇന്നും കേൾക്കുമ്പോൾ ഓർമ്മയിൽ വരുന്നത് ആ മുഖമാണ്. പെൻഷന് വേണ്ടി സർക്കാർ ഓഫീസുകളിൽ കയറി ഇറങ്ങുന്ന ദി കിങ്ങിലെ സ്വാതന്ത്ര്യ സമര സേനാനി, അവളുടെ രാവുകളിലെ റിക്ഷാവണ്ടിക്കാരൻ, നഖക്ഷതങ്ങളിലെ അടുക്കളക്കാരൻ, എല്ലാം ഈ ഒരു കാറ്റഗറിയിൽ പെടുന്ന പപ്പുവിന്റെ വേഷങ്ങളായിരുന്നു. 1936 പപ്പു എന്ന പത്മളാഷിന്റെ ജനനം. കുടുംബ വീട് ഫാറൂഖിലായിരുന്നു. സ്കൂൾ പഠനകാലത്ത് കുടുംബം കോഴിക്കോട് നഗരത്തിലേക്ക് താമസം മാറ്റുന്നു. കുതിരവട്ടം ദേശപോഷിണി വായനശാലയിലെ സാഹിത്യ സമിതിയുടെ ചർച്ചകൾ കേൾക്കാൻ പത്മളാഷിനും എത്തുമായിരുന്നു. ചർച്ച കഴിഞ്ഞാൽ പിന്നെ നിമിഷ നാടകങ്ങളാണ്. കുറച്ചു പേർ ചേർന്ന് ഒരു തമാശ സന്ദർഭം സങ്കല്പിച്ചുണ്ടാക്കി അവതരിപ്പിക്കുന്നതാണ് നിമിഷ നാടകങ്ങൾ. ഒരുപാട് നിമിഷ നാടകങ്ങളിൽ പത്മളാഷൻ ആ സമയത്ത് വേഷമിട്ടിട്ടുണ്ട്. ഹാസ്യവേഷങ്ങളായിരുന്നു അതിൽ കൂടുതലും. അങ്ങനെയാണ് പത്മളാഷൻ എന്ന നടൻ കോഴിക്കോട്ടെ നാടകവേദികളിലേക്ക് എത്തുന്നത്. ഒരിക്കലൊരു നാടകവേദിയിൽ പത്മളാഷന്റെ അഭിനയം കണ്ട രാമു കാര്യാട്ടാണ് അദ്ദേഹത്തെ സിനിമയിലേക്ക് ക്ഷണിക്കുന്നത്. അങ്ങനെ 1963 മൂടുപടം എന്ന ചിത്രത്തിലൂടെ സിനിമയിലെത്തി. പക്ഷെ അടുത്ത വർഷം ഇറങ്ങിയ ഭാർഗവി നിലയത്തിലെ വേഷമാണ് പത്മളാഷന് വഴിത്തിരിവാവുന്നത്. തിരക്കഥ എഴുതിയപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ പത്മളാഷന്റെ കഥാപാത്രത്തിന് നൽകിയ പേരായിരുന്നു കുതിരവട്ടം പപ്പു. ആ പേരിൽ പിന്നെ നാടറിയാൻ തുടങ്ങി. പഴയ പേര് എല്ലാവരും മാറുന്നു. ഭാർഗവി നിലയത്തിന് ശേഷം ആദ്യകിരണങ്ങൾ, കുട്ടിയെടത്തി, പണിമുടക്ക്, മാപ്പുസാക്ഷി, കുഞ്ഞാലി മരക്കാർ, ചന്ദനച്ചോല, തുലാവർഷം, ഹൃദയം ഒരു ക്ഷേത്രം തുടങ്ങിയ ഒരുപാട് ചിത്രങ്ങളിലൂടെ കുതിരവട്ടം പപ്പു ഹാസ്യ നടൻ എന്ന ലേബലിൽ പേരെടുത്തു. അതിനുശേഷം ഇങ്ങോട്ട് സിനിമയിൽ തിരക്കുള്ള നടനായി മാറി. വേഷങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി പപ്പുവിനെ തേടി വന്നുകൊണ്ടേയിരുന്നു. മൂർഖൻ, അങ്ങാടി, അമ്പലവിളക്ക്, മീൻ, സ്ഫോടനം ഇങ്ങനെ ഒരുപാട് സിനിമകളിലൂടെ പിന്നീടും ഇദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടു. 70കളിലെ മിക്ക സിനിമകളിലും സ്ഥിര കാഴ്ചയായി മാറി. മഴ പെയ്യുന്നു, മദ്ദളം കൊട്ടുന്നു, ദിം തരികിടതോം, വെള്ളാനകളുടെ നാട്, പൂച്ചക്കൊരു മൂക്കുത്തി, ഓടരുതമ്മാവ, ആളറിയാം, ഡോക്ടർ പശുപതി, പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ, അങ്ങനെ തുടങ്ങി പിന്നെയും അനവധി ചിത്രങ്ങൾ. അസുഖത്തെ തുടർന്ന് അവശനായ അവസാന കാലത്തും സിനിമാ മോഹം കൈവിടാതെ കൊണ്ടു നടന്നു. ഒരു കാലത്ത് മലയാള സിനിമയിലെ അവിഭാജ്യ ഘടകമായിരുന്ന കുതിരവട്ടം പപ്പു എന്ന അതുല്യ കലാകാരൻ വിട പറഞ്ഞിട്ട് ഇന്ന് 26 വർഷം പിന്നിടുകയാണ്. ഇന്നും പക്ഷെ ആ ശബ്ദം നമുക്കുള്ളിലുണ്ട്, അതേ ഈണത്തിൽ, അതേ ഭംഗിയിൽ, ഒട്ടും മങ്ങാതെ.